നമുക്കിന്ന് കുറച്ച് മഷ്റൂം കറി വയ്ക്കാം. അത് ഞാനൊരു പ്രാവശ്യം ഇതിങ്ങനെ ഇവിടെ വെച്ചതാണ്. തേങ്ങയൊക്കെ അരച്ച് വെച്ചപ്പോൾ, വറുത്തരച്ച് വെച്ചപ്പോൾ നല്ല ഇഷ്ടമായി. അപ്പോൾ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്കങ്ങനെ വയ്ക്കാൻ നോക്കാം. അതിന് നമ്മളിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വറുത്തെടുക്കാം. ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയിട്ട് വറുത്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. തേങ്ങ ഏകദേശം മരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. നമ്മളിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് ആറുമ്പോൾ ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ചൂടാറി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. നമ്മൾ വേറെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, കുറച്ച് സബോള. നന്നായി വാടി വരട്ടെ കേട്ടോ. നമ്മുടെ സബോള വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് നല്ലപോലെ വാടക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പൊക്കെ ചേർത്ത് നമുക്കിതിലേക്ക് ഇനി നമ്മുടെ മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ടിട്ട് ഒന്ന് തിളക്കട്ടെ. കുറച്ച് ഉപ്പും ചേർത്ത് ഇളക്കി നമുക്കൊന്ന് മൂടിയിടാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. എന്നിട്ട് മഷ്റൂമായി ഉണ്ടോയെന്ന് നോക്കിയിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി. ഓൾമോസ്റ്റ് ആയി. നമുക്കിതിലേക്ക് 2 കറിവേപ്പില, കുറച്ച് തേങ്ങാക്കൊത്ത്, ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി. മസാലയൊന്നും ചേർക്കുന്നില്ല, പെരിഞ്ജീരകപ്പൊടി മാത്രം. നമ്മുടെ മഷ്റൂം വറുത്തരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലാണ്. ഓക്കെ, നമ്മുടെ മഷ്റൂം കറി തയ്യാറായി. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയിൽ പിന്നെ കാണാം. ബൈ.